റൈറ്റേഴ്സ് എന്നാണ് നമ്മുടെ ഈ പരിപാടിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. എഴുത്തുകൂട്ടം വായനക്കൂട്ടം. അതായത് വായനയിലൂടെ നമ്മൾ എഴുത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലേ എങ്ങനെയാണ് നമ്മൾ നല്ല വായനയിലേക്ക് എത്തേണ്ടതെന്ന് അറിയില്ലേ? ഏത് പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് അത് മനസ്സിൽ കരുതേണ്ടത് എന്നെല്ലാം നിങ്ങൾക്കറിയാം. എന്നാൽ അതിനെ വായിക്കാറുള്ളത് എന്ന് മുതലാണ് ടീച്ചർ വായന തുടങ്ങിയത്, എന്തൊക്കെ പുസ്തകങ്ങളാണ് ടീച്ചർ വായിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ മനസ്സിന്റെ സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വായനാക്കൂട്ടം. അത് നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളെ തൊടലാണ്. ജീവിതങ്ങളെ തൊടുന്നവരാണ് നല്ല വായനകളിലേക്ക് വിനിമയം ചെയ്യുക. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ ഉദ്ദേശം. അപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ അത് വരച്ചു വെക്കുന്ന കല്ലുകൊണ്ടൊക്കെ കോറി, നിങ്ങൾ സാമൂഹ്യ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കല്ലുകൊണ്ടൊക്കെ കോറി ചില ചിഹ്നങ്ങൾ വരയ്ക്കും അല്ലെ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. എനിക്ക് വേട്ടയാടിയിട്ടൊരു ഇരയെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൂടണം എന്ന് ഒരു ആള് അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരാളെ അറിയിക്കും. ആ നാടിനെ കണ്ടോരുണ്ടോ, എങ്ങോട്ടതു പോയറിവുണ്ടോ, ആ നാടു മരിച്ചേ പോയോ, അതിനപ്പുറമൻപുണ്ടാർന്നേ നിന്റെ ഒരു പുസ്തകം അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്നില്ല എല്ലാവർക്കും പറ്റില്ലേ? എന്താ ശിവൊന്നും ഉണ്ടാകത്തെ? ഡെയിലി ഒരു പേജ് 2 പേജ് വായിച്ച് ഏകദേശം കഴിയല്ലേ? അതിനുശേഷം എന്താ ചെയ്യാം നമ്മള് പുസ്തകം വായിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യില്ലേ? എല്ലാവർക്കും നല്ലപോലെ മലയാളം വായിക്കാൻ അറിയില്ലേ? എഴുതാൻ അറിയുന്ന ആൾക്കാരല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ട? എല്ലാവരും നമ്മുടെ പുതിയ പുസ്തകങ്ങൾ വായിക്കുക. പോലെ മൊബൈലില് നമുക്ക് വായിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ പുസ്തകങ്ങളൊക്കെ ആദ്യം വായിച്ചു തുടങ്ങിയതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ വായിക്കുക മാത്രമല്ല, എന്ത് വായിച്ചാലും ചെറിയൊരു നോട്ട് നിങ്ങൾ എഴുതി വെക്കാം. നെല്ലോലകൾ തുന്നിച്ചേർത്തൊരു കുഞ്ഞിക്കൂട്, തെങ്ങോലത്തുമ്പത്തുണ്ടൊരു കുഞ്ഞിക്കൂട്, ഉണ്ടൊരു കുഞ്ഞിക്കൂട്, തേയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട്. ഒരുമിച്ച് പാടാം. നെല്ലോലകൾ തുന്നിച്ചേർത്തൊരു കുഞ്ഞിക്കൂട്, വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ. അക്കൂട്ടത്തിൽ ഞാനും. ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം, ലോകവന്ദ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി.